എനിക്ക് ഈ പി ആർ വിനുവിനൊന്നും അറിയത്തില്ല. ഞാൻ ബിഗ് ബോസിൽ കഷ്ടപ്പെട്ട് കളിച്ച് വിന്നറായതാ. ഞാൻ പറയുന്നതല്ല, അനുമോള് പറയുന്നതാ. വീഡിയോ ഉണ്ട് നോക്കാം. ഉള്ളിൽ എനിക്ക് ബിഗ് ബോസ് വിന്നർ ഞാൻ അഥവാ ആകില്ല എന്ന് വിചാരിച്ചോ. ഞാൻ എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞ കാര്യമാണ്. അല്ല, എന്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, അവർ പറയുന്നൊരു കാര്യമാണ്. എനിക്ക് ഞാൻ വിന്നർ ആയില്ലായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ വിന്നർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതും സർവേ ചെയ്ത് വന്നത് ഞാൻ ഒറ്റ ഒരാളാണ്. മാത്രമേ അവിടെ പി ആർ കൊടുത്തിട്ടുള്ളൂ. എല്ലാരും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്ന എല്ലാരും കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസിൽ പോകുമ്പോ പി ആർ കൊടുക്കുക അതൊക്കെ ഒരു നോർമൽ രീതിയാണോ? ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. കാരണം പുതിയ സീസണും കൂടെ എത്തുകയാണ്. ആ ബിഗ് ബോസ് സീസണിലുള്ള എല്ലാവരും, എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് അനു പി ആർ ആര് ചെയ്യുന്നത്? ഞാൻ പി ആർ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല. അപ്പോൾ അനു പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇപ്പോൾ ഇത് 24 മണിക്കൂറും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അപ്പം അനുവിന് കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അനുവിന് ഫാൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അവരിരുന്ന് എപ്പിസോഡൊക്കെ കണ്ട് എഡിറ്റിങ് കട്ടിങ്ങും ഒക്കെ പൊക്കോളും. അനുവിന് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുറേ പേര് പറഞ്ഞു അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റത്തില്ല, കുട്ടികളൊക്കെ ഇരുന്ന് ഇപ്പോൾ കൂടുതലും പിള്ളേരാണല്ലോ ഫാൻസ്, അപ്പോൾ അങ്ങനെ കാണില്ല. 24 മണിക്കൂർ ഫുൾ ടൈം 24 മണിക്കൂറും ടോയ്ലറ്റ് പോലും പോവാണ്ട് ഇരുന്ന് കാണുന്നവർ അങ്ങനെ ഇരിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിനെ പറ്റി എന്താ സംഭവം അതെന്ന് പറഞ്ഞാൽ, പി ആറിനെ വെച്ച് കഴിഞ്ഞാൽ പി ആർ കുറേ പേരെ ഇതിന് കാശ് കൊടുത്ത് കുറേ പേര് ഇരുത്തും 24 മണിക്കൂറും ലൈവ് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് അനുവിൻ്റെ നല്ല ഭാഗങ്ങളും പോസിറ്റീവ് സൈഡും മാത്രം കട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിടും. പിന്നെ അനുവിൻ്റെ കുറച്ച് നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും വൈറലാക്കി തരും. പിന്നെ അനുവിൻ്റെ പേജിലിടാൻ വേണ്ടിയിട്ട് ആക്കി തരും. അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡിനകത്ത് ചിലപ്പോൾ 1 hour എപ്പിസോഡിനകത്ത് ചിലപ്പോൾ നെഗറ്റീവായിരിക്കും വരുന്നത്. ചിലപ്പോൾ 24 മണിക്കൂർ എപ്പിസോഡിനകത്ത് അനു ചെയ്ത നല്ല കാര്യം അതിനകത്ത് കാണും. അപ്പൊ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പി ആറിനെ പണിയെടുക്കുന്ന പി ആർ വേണം അനു വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന പി ആർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയ്യോടാ കുണുവാവേ, എനിക്ക് പി ആർ എന്താന്ന് പോലും അറിയില്ല. പി ആർ എന്താടാ? എന്താണ് ശരിക്കും പി ആർ? എന്താന്നാടാ ഇത്? ശരിക്കും ഇത്രയും നാളെ ഇപ്പൊ ബിഗ് ബോസ് സീസൺ 8 ആയി. ഓക്കെ, സീസൺ 7 വരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് മേടിക്കാൻ യോഗ്യതയില്ലാത്ത 2 പേരെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒന്ന് ജിൻഡോയും, 2 അനുമോളും. ഓക്കെ, അനുമോള് പി ആറിന്റെ ബലം കൊണ്ട് മാത്രം ജയിച്ചൊരു വ്യക്തിയാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പി ആർ വിനുവിന്റെ കഴിവ് കൊണ്ട് മാത്രം ജയിച്ച വ്യക്തി. ഓക്കെ, അപ്പോൾ ഈ ഷോ കാണുന്ന നമ്മളൊക്കെ മണ്ടന്മാരാണോ? ശരിക്കും മണ്ടന്മാരും മണ്ടികളും ഒക്കെയാണോ? അതിൽ നല്ലപോലെ ഗെയിം കളിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ഇവിടെ പണം കൊടുത്തിരുന്ന പി ആർ ടീമുകൾ മറ്റവരെ പ്രൊമോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതും ലക്ഷക്കണക്കിന് രൂപ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഷോ കാണുന്ന നമ്മളൊക്കെ ശരിക്കും മണ്ടന്മാരാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ സീസണിലെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള ഒരാളല്ല മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷോ കാണുന്ന പരിപാടി അങ്ങ് നിർത്തണം. ശരിക്കും ഇതുപോലൊരു ഭയങ്കര വലിയൊരു റിയാലിറ്റി ഷോയുടെ വില കൊണ്ട് കളയുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അനുമോക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അനുമോളെ, എനിക്ക് അറിഞ്ഞുകൂടാ പി ആർ എന്താന്ന്. എനിക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ പി ആർ എന്താന്ന്? ഇത് വായതൊക്കെ എന്തായാലും ലക്ഷ്മി നക്ഷത്ര വിളിച്ചിരുത്തി കളിയാക്കി വിട്ടിട്ടുണ്ട് എന്തൊക്കെയായാലും. ഓക്കെ, മെഴുകുന്നതിനിടക്ക് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. നമ്മളും മറ്റേ ചോറ് തന്നെയാണ് കഴിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ റബ്ബറോ മണ്ണോ ഒന്നും അല്ല. നമുക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ട്, ഈ പ്രേക്ഷകർക്കും ഉണ്ട്. എന്തായാലും ഞാനടക്കമുള്ള ഒരുപാട് പ്രേക്ഷകർ ചിന്തിച്ച ഒരു കാര്യമാണ്, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ അനുമോള് കപ്പ് കിട്ടേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവിടെ നല്ലപോലെ ഗെയിം കളിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ്. നല്ല ഒരു ഗെയിമറായിട്ട് നിന്ന വ്യക്തി അനീഷ് തന്നെയാണ്. സോ അനീഷിന് കപ്പ് കിട്ടിയില്ല. അത് അത്രയ്ക്ക് എനർജറ്റിക്കും അത്രയ്ക്കും ആക്റ്റീവായിട്ട് നിന്നത്. അതുകൊണ്ടാണല്ലോ അനീഷിന് മറ്റേ കോൺഫറൻസ് ഗ്രൂപ്പ് ഒക്കെ വന്നിട്ട് 10-20 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്തോ കൊടുത്തു പുള്ളിക്കാരൻ. അതുപോലെ തന്നെ മൈജി അതുപോലെ ഗിഫ്റ്റുകളും കാര്യങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മൈജിയിൽ നിന്ന് പോയി എടുത്തോളാനാണ് അനീഷിനോട് പറഞ്ഞത്. അത്രയ്ക്ക് നല്ലൊരു ഗെയിമറായിട്ടാണ്. ഇതിനു മുമ്പ് ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ അവർക്കൊക്കെ മനസ്സിലായി ശരിക്കും അനീഷായിരുന്നു വിന്നർ ആവേണ്ടിയിരുന്നത്. അനുമോൾക്ക് ഇത് കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വേണം നിങ്ങൾ ഇതിൽ കമന്റ് രേഖപ്പെടുത്താൻ. ഓക്കെ, അടുത്തൊരു ക്ലിപ്പ് കൂടെ കണ്ടോ.
ഈ കോൾ വിളിക്കുമല്ലോ, ഈ സീസൺ ബിഗ് ബോസിൽ അനുമോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു 25 പേര് എന്നെ വിളിച്ചു. അപ്പൊ ഈ വന്നവർ PR എന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം അനു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോ ഇങ്ങനെ ആൾക്കാർക്ക് ഫാൻസുണ്ട്, ഫാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇപ്പൊ റോബിൻ്റെ ഞങ്ങളാ ചെയ്തത്, ഇയാളുടെ ഞങ്ങളാ ചെയ്തത്, അഖിൽ ചേട്ടൻ്റെ ഞങ്ങളാ ചെയ്തത് പറഞ്ഞ് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ സന്തോഷം ചേട്ടാ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് എന്നാ ഇരുന്ന് കാണാൻ പറ്റാനു മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഇതിനകത്തുള്ളവരുടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അതിന് കാശ് കൊടുക്കണമെന്ന്. അപ്പോൾ എത്ര കൊടുക്കണം? നല്ല എമൗണ്ട്. അനുവിന് എത്ര കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അനുവിന് ഫെയിം ഉള്ളതുകൊണ്ട് കൊടുക്കണ്ട. അല്ലാതെ മുന്നേക്ക് ഉണ്ടായിരുന്നവർക്ക് ഇത്ര എമൗണ്ട് കൊടുത്തു, ഇത്ര എമൗണ്ട്, വലിയ ഹ്യൂജ് എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ലഡ്ഡു വരാത്ത കുട്ടിയാണ്. അല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചേട്ടാ? വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല അനു, കൊടുത്തേ പറ്റുള്ളൂ, കൊടുക്കണം. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറുതെ അനുവിന് വേണ്ടി വന്നിരുന്ന് ചെയ്യുന്ന ആൾക്കാരല്ല, കാശ് കൊടുത്തല്ലേ ചെയ്യുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അനു പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്ന് പറയാൻ പറ്റില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു PR-നെ ഞാൻ വിളിക്കുന്നത്. അതെ, ഞാൻ കണ്ടിട്ട് കൂടിയില്ല അയാൾ ആരാന്ന്. അയ്യോടാ, വിനുവിനെ അറിയത്തില്ലെന്ന്. വിനുവായിട്ട് എന്നിട്ടുള്ള സെൽഫി അടക്കം എടുത്ത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അനുമോൾ ആൻഡ് PR വിനു എന്ന് സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തൊക്കെ കാണണോടെ. എനിക്കറിയത്തുണ്ടായില്ല. വിളിക്കുന്ന അയാൾ നല്ലൊരു PR, നന്നായിട്ട് പണിയെടുക്കുന്ന PR എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി എനിക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. കാരണം പുള്ളി വേറെ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എന്നെ പോലെ തന്നെ അതിനകത്തുള്ള എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഇദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഹോൾഡ് ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്ക് ടൈമില്ല, ഇനി തുടങ്ങാൻ 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ കൈവിടരുത് എന്ന് ഞാൻ ഇങ്ങനെ താഴ്മയോട് ഞാൻ അപേക്ഷിച്ചു. എനിക്കത് പറയാൻ എനിക്കൊരു നാണമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് PR വേണം. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്റ്റാർ മ്യൂസിക്കിന്റെ ഫാൻസാരാ, പഠിക്കുന്ന പിള്ളേരാണ്, സ്കൂൾ കുട്ടികൾ, കോളേജ് പിള്ളേർ, അവർക്കൊക്കെ ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി 24 മണിക്കൂറും ഇരുന്ന് കാണുന്നവർ വളരെ കുറവായിരിക്കും. ചേട്ടാ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ചേട്ടാ, എനിക്ക് പേടിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അത് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ കുറേ സംസാരിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഒരു എളിമ തോന്നിയിട്ട് കഷ്ടം തോന്നിയിട്ട് പുള്ളിയെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അനുവിന് PR-ൻ്റെ ആവശ്യമില്ല, അനുവിന് ഓൾറെഡി ഫെയിം ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഫെയിം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നോക്കട്ടെ എനിക്ക് കുറേ വന്നിട്ടുണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ തന്നെ എടുത്തത്. അങ്ങനെ തുക കൊടുക്കേണ്ടി വന്നോ? ഇല്ല, അങ്ങനെ കൊടുക്ക. പുള്ളിയൊരു എമൗണ്ട് പുള്ളി മുന്നത്തെ ചെയ്ത് വെച്ചതനുസരിച്ച് ഒരു വലിയ എമൗണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. ചേട്ടാ ഞാൻ പറഞ്ഞു ഈ ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീടിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഞാൻ അടയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ബാധ്യതകൾ പുള്ളിയെടുത്ത് സംസാരിച്ചു. അതിന് പുള്ളി പൈസ ഇങ്ങോട്ട് തരാൻ അങ്ങനെ തുടങ്ങി. അപ്പം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ അനു ആണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഈ അനുവായിട്ട് നിന്ന് ഞാൻ ഒരു 30% അനുവിന് ഞാൻ സപ്പോർട്ട് ചെയ്യാം, ബാക്കിയെല്ലാം അനുവിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ തന്നെ ജയിക്കുമെന്ന് വിനു പറയണമെന്നുണ്ടെങ്കിൽ ഈ വിനു ശരിക്കും ആരാണ്? ഒരു എഴിലും തൊഴിലും ഇല്ലാതെ ഇതുപോലുള്ള റിയാലിറ്റി ഷോകൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഫോണും എടുത്ത് വെച്ച് 24/7 അത് കണ്ട് അതിലെ കാര്യങ്ങളെല്ലാം ഓരോ ബൈറ്റും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് ഈ പോകുന്ന വ്യക്തികളായി നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചുണ്ടാക്കുന്ന വിയർപ്പിന്റെ അസുഖമുള്ള ഒരുത്തൻ. അതാണ് ശരിക്കും ഈ വിനു. അത് വിനു മാത്രമല്ല, അതുപോലെ ചെയ്യുന്ന ആളുകളല്ല. ഓക്കെ, അനുമോള് ശരിക്കും ബിഗ് ബോസിൽ പോയിട്ട് കിടന്ന് കരഞ്ഞും മെഴുകി, അങ്ങോട്ട് നോക്കിയാൽ കരച്ചില് ഇങ്ങോട്ട് നോക്കിയാൽ കരച്ചില്, എന്താ ഫുള്ള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ശരിക്കും അനുമോള്. അനീഷിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു വിട്ടു. രാവിലെയൊക്കെ എണീറ്റ് എന്നെ ഒരു എനർജറ്റിക് ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നു നിന്നിട്ട് സുപ്രഭാതം എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആ ഒരു ഓരോ കാര്യങ്ങൾ പോലും ആളുകൾ ശരിക്കും അനീഷിന് PR ഇല്ലാതെ തന്നെ ആളുകൾ കട്ട് ചെയ്തെടുത്ത് റീലാക്കാനും യൂട്യൂബിൽ ഷോർട്സ് ആക്കാനും ഒക്കെ ആൾക്കാർ തുടങ്ങി എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ഇവിടുന്ന് ഒന്നും ഇല്ലാതെ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കണം, പുറത്തൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതിലാണ് ശരിക്കും കഴിവ്, അതാണ് ശരിക്കും ഗെയിമിങ്. ഓക്കെ, അല്ലാതെ ഇവിടുന്ന് എന്താണ് പ്രസക്തി? ഇതിൽ വിന്നറായെന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രസക്തി? കാരണം ഇവിടുന്ന് ഒരു 10-20 ലക്ഷം രൂപ ഒരു PR-ന് കൊടുത്തിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഇവിടുന്ന് പോയി കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും കൂടെ കൊടുക്കാന്നുള്ള രീതിയിലായിരിക്കും ഇവിടുന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ കപ്പടിച്ചു, പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കി കാണും ഈ വിനു എന്ന് പറയുന്നത്. ഇവനെ ശരിക്കും ബിഗ് ബോസിൽ കൊണ്ടുവരണം. ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ അവസ്ഥ ഇവനൊന്നും മനസ്സിലാക്കി കൊടുക്കണം. ആര് ഈ വിനു എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ കോമഡിയാണ് ശരിക്കും. അനുമോൾ അപ്പോൾ ബിഗ് ബോസിൽ വിന്നറാവാൻ
അനുമോളിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണം. ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങിയിട്ടുണ്ട്. സോ അർഹതയുള്ള ഒരു വ്യക്തി തന്നെ വിന്നറായിട്ട് മാറട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി കാണുന്നത് അത് നിർത്തും. അത് 100% ഉറപ്പാണ്. ഞാൻ നിർത്തും. ഇതോടുകൂടി ഞാൻ നിർത്തും. ഈ ഒരു സീസൺ കൂടെ നോക്കിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രേക്ഷകരൊക്കെ വെറും ഉണ്ണാക്കന്മാരും ഉണ്ടവഴികളുമായിപ്പോവും. അതാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.